എത്രമാത്രം മാറിയെന്നറിയോ? കാരണം എനിക്ക് ഒരു 3 കൊല്ലം മുന്നത്തെ ഷീല ചേച്ചി അറിയാം. എന്ത് കേട്ടാലും ചേച്ചിക്ക് സങ്കടം വരുമായിരുന്നു, കരച്ചിൽ വരുമായിരുന്നു. ഞങ്ങള് പിണങ്ങിയിട്ടൊക്കെ ഉണ്ട് അല്ലേ? അവിടെ നിന്ന് ചേച്ചി ഇങ്ങനെ മാറാനുള്ള ഒരു കാര്യം എന്താ? ഇത്ര ചേച്ചി ഇങ്ങനെ ബോൾഡ് ആയത് എങ്ങനെ? അത് ബോൾഡ് ആക്കിയതാണ് എല്ലാവരും കൂടി മലയാളികൾ എല്ലാരും കൂടെ. ഏതായാലും കഥകളൊക്കെ ഞങ്ങൾ മാറാനുള്ള കാരണം പറഞ്ഞില്ല. മാറാനുള്ള കാരണം ഈ ഇദ്ദേഹം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാല് ഒരു ഹൗസ് വൈഫ് ഒരു അമ്മയൊക്കെ ആയിട്ടിരിക്കുമ്പം നമ്മള് പ്രായം കുറവ് തോന്നിക്കുകയും സുന്ദരിയായിട്ട് ഇരിക്കുന്നതിന്റെ ഒക്കെ പിന്നിൽ എപ്പോഴും നമ്മൾക്ക് ഹാപ്പിനെസ് തരുന്ന, അല്ലെങ്കിൽ ലൈഫിൽ എന്തും ചെയ്യാനും സപ്പോർട്ടും ഫ്രീഡവും ഒക്കെ തരുന്ന, സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടായിരിക്കും. അതുണ്ടെങ്കിൽ നമ്മളെന്നും ഇങ്ങനെ തന്നെ ഇരിക്കുമല്ലേ? ചേച്ചീനെ എന്തൊക്കെ പറഞ്ഞാണ് മോട്ടിവേറ്റ് ചെയ്യാറുള്ളത്? എടി ഒരുങ്ങടി, വൃത്തിയായിട്ട് നടക്കണേ, നല്ല ഡ്രസ്സ് ഇട്, നല്ല ആഭരണം ഇട്. ഇത് ഇങ്ങനെയാണോ നടക്കുന്നത്? മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഇതിന് പുറത്തേക്ക് പോണേ, സുന്ദരിയായിട്ട് നടക്കരുതോ? ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. പാർലറിലൊക്കെ പോ, എന്തെങ്കിലുമൊക്കെ ചെയ്യേ, എന്റെ മുഖത്ത് എന്തൊക്കെ പാണ്ടൊക്കെ വരുന്നുണ്ട്, അതൊക്കെ പോയി ചെയ്യേ, ക്ലിയർ ചെയ്യേ, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇങ്ങനെയൊക്കെ പറയുന്ന ഭർത്താക്കന്മാർ, അതാണ് നമ്മൾ കാണുന്ന സ്വപ്നം കാണുന്ന കിനാശ്ശേരി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കും, നീ സുന്ദരിയാട്ടോ, നീ സുന്ദരിയാട്ടോ. അത് കേൾക്കുമ്പോ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭാര്യനെ വല്ലാതെ പുകഴ്ത്തുന്നുണ്ടോ? അത് കേൾക്കുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി സുന്ദരികളായി മാറും. അതെ. ചേച്ചി നമുക്ക് വീടൊക്കെ കാണട്ടെ. ഇത് വളരെ മിനിമൽ ആയിട്ട് ചെയ്തതാണോ? അതെ. ആണോ? ഇങ്ങനെ തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും വെച്ച് കൊളാക്കണ്ട. ഉള്ള സാധനങ്ങൾ വളരെ ക്ലാസി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി. വെച്ചിട്ട് അങ്ങനെ വലിച്ചുവരൊന്നും വെച്ചിട്ടില്ല. അല്ല, അത് കുറച്ച് സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കുത്തി നിറച്ച് വീട്ടിൽ അങ്ങനെ വെക്കുന്നതിനോട് താല്പര്യമില്ല. ആവശ്യത്തിന് മതി, അത് കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഇതാണ് മെയിൻ ഹാള്. ഇവിടെ ഇരുന്നാണോ നിങ്ങളൊക്കെ കഴിക്കാറുള്ളത്, ഭക്ഷണം കഴിക്കാറുള്ളത്? അത് ഗസ്റ്റ് വരുമ്പോഴേ ഇവിടെ ഇരിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ കിച്ചണിൽ ഞങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഡൈനിങ് ടേബിൾ, ചെറിയൊരു ഞങ്ങൾക്ക് ഫാമിലിക്ക് ഇരിക്കാൻ വേണ്ടിട്ട് കിച്ചണിലുണ്ട്. അപ്പൊ അവിടെ ഇരിക്കും. ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഇവിടെ. ആരുടെ ഐഡിയ ആണ് മൊത്തത്തിൽ ഈ വീടിന് ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഞാൻ ഹസ്ബൻഡും കൂടെ. ഈ ടേബിൾ, ഇത് നമുക്ക് ഈ ബെഞ്ചൊക്കെ നല്ല ഭംഗിയായിട്ട് റെസിൻ ആർട്ടാണോ ഇത്? അതേം തോന്നുന്നു. ഒരു ഗ്ലാസ് ആണ് ഇത്, ആക്ച്വലി ഗ്ലാസ് ആണ്. അത് ശരി. ഇതൊക്കെ ആരാ ഇങ്ങനെ? അത് ഞങ്ങള് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാണ്. ആണോ? നല്ല ഭംഗിയുണ്ട്. ഇതിനകത്ത് ആക്ച്വലി ലൈറ്റ് ഉണ്ട്, അത് ഞാൻ ഓൺ ചെയ്തേ. ഇതൊരു കടലിന്റെ ഒരു ഡിസൈനിൽ ചെയ്ത. നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കുമ്പം എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ട്, ചുമ്മാ ഇതിലോട്ട് നോക്കി നമുക്കൊരു ഫീല് നമ്മൾ വേറെ എന്തോ ഒരു എവിടെ ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീല്. പിന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് പറഞ്ഞപ്പോഴേ ഇതേ ലൈറ്റ് വെക്കാതിരുന്നതിന് കാരണം അറിയാലോ. ഞാനിവിടെ വന്നു കയറിയപ്പോ എബ്രാഹിം ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു.